ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം കോബാറിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ബസ്സിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുന്നത്. നമ്മുടെ നാട്ടിലെ AC ലോ ഫ്ലോർ ബസ് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ രണ്ട് വ്യത്യാസമാണ് തോന്നിയത്. ഒന്ന്, ഇതിനകത്ത് കണ്ടക്ടർ ഇല്ല, പകരം നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് കയറുന്നത്. പിന്നെ വേറൊന്ന്, ഇതിനകത്ത് റൂട്ട് മാപ്പ് കാണിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് വോയിസ് അലർട്ടും തരുന്നുണ്ട്. അപ്പോൾ അതിവിടെ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ കുറച്ച് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഞാൻ ദഹ്റാൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ബസ് കയറിയത്. ദഹ്റാനിൽ നിന്ന് കോബാറിലേക്ക് ഉദ്ദേശം 30 മിനിറ്റോളം ദൂരമുണ്ട് ബസ്സിന്. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പരമാവധി ഇവിടെ ഗ്രീനറി നിലനിർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതായത് പുതുതായിട്ട് ഈ റോഡിൻ്റെ ഡിവൈഡറിലും അതുപോലെ റോഡിൻ്റെ ഇരുവശങ്ങളിലൊക്കെ മരങ്ങൾ, ചെടികൾ, പുല്ലൊക്കെ നന്നായിട്ട് ഇവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം കാലാവസ്ഥ ഇവിടെ ചൂടാണല്ലോ, അപ്പോൾ അവർ അതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പരമാവധി ഗ്രീനറി ഇവർ നല്ലപോലെ നിലനിർത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ, ദഹ്റാൻ കോബാർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറാംകോയുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ പെട്രോളിയം കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓഫീസുകൾ, അതൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. പിന്നെ കോബാറിൽ അതായത് ദഹ്റാൻ ടു കോബാർ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളേക്കാൾ കൂടുതൽ വീടുകൾ, ഒക്കെ ഇവിടുത്തെ തദ്ദേശീയർ തന്നെയാണ്, വീടുകളാണ് കൂടുതലായിട്ടുള്ളത്. എല്ലാം വലിയ വലിയ വീടുകളാണ്. പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിപ്പോൾ റോഡിൻ്റെ ആയാലും അതുപോലെ പുതിയ പുതിയ ബിൽഡിങ്ങുകളായാലും ആളുകൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ്, അതുപോലുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കോബാർ ഏരിയ എന്ന് പറഞ്ഞാൽ കടലിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ അവിടെ ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ, ഇതൊക്കെ ഇപ്പോൾ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ റോഡിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൻ്റെ ഡിവൈഡറിലൊക്കെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുതിയ 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 കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുണ്ട്. പിന്നെന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്ത് എല്ലാം നല്ല അടുക്കും ചിട്ടയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാണെങ്കിലും റോഡുകളാണെങ്കിലും ഓരോ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാം നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ നഗരം നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ചൂട് ഏകദേശം തുടങ്ങിയൊരു സമയമാണ്. വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയോടടുത്ത സമയമാണ്. ഏകദേശം ഒരു 30 ഡിഗ്രിയോട് അടുപ്പിച്ച് ചൂട് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ പകൽ ഏകദേശം ഒരു നമുക്ക് ഉച്ച സമയത്തൊക്കെ ഏകദേശം ഒരു 42 ഡിഗ്രിയോളം ചൂടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കോബാറിലേക്ക് അടുക്കുന്തോറും ഇങ്ങനെ ബിൽഡിങ്ങുകൾ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ഒരുപാട് കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ട്. അതായത് എല്ലാം കൂടുതൽ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ഷോപ്പിംഗ് മാളുകൾ, അങ്ങനെയാണ് കൂടുതലുള്ളത്.
കോബാറിലേക്ക് അടുക്കുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു ഏരിയയാണ്. അത്യാവശ്യം പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഇവിടെ എല്ലാം പുതിയ പുതിയ കെട്ടിടങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ കോബാറിലെ കോർണിഷ് ഏരിയയായി, അപ്പുറം കടലാണ്. ആ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ശരിക്കൊരു സിറ്റി അവിടെ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് പുതിയ പുതിയ ഷോപ്പിംഗ് മാളുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള പല പല കാര്യങ്ങൾ, കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് സ്പേസ്, ഇതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് അങ്ങ് ദൂരെ കാണുന്നതൊക്കെ. ഇത് കോബാർ കോർണിഷിൻ്റെ നോർത്ത് സൈഡാണ്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ് കോബാർ കോർണിഷ്. ഇതങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുകയാണ്. അതിൻ്റെ മറ്റേ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹ്റൈനിലെത്തും. ബഹ്റൈനിൽ ഇവിടുന്ന് ആ ഒരു ഭാഗത്താണ് ബഹ്റൈൻ കോസ്റ്റ് വേ വരുന്നത്. അത് 25 കിലോമീറ്റർ നീളത്തിലുള്ള കടൽപ്പാലം. നമ്മളിപ്പോൾ നോർത്ത് സൈഡിലാണ്. ഇതിൻ്റെ മറ്റേ അറ്റത്താണ് അത് വരുന്നത്, ആ ബ്രിഡ്ജ് വരുന്നത്. ഇവിടെ ഈ ഫെൻസിങ് ചെയ്ത് വെച്ച് ആ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ പുറകിലൊക്കെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അവിടെയാണ് പിന്നെ കോബാറിൻ്റെ പുതിയ കോബാർ പണിതുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. ഇതിൻ്റെ ഈ കാണുന്ന ഫെൻസിങ് ചെയ്തതിനപ്പുറം കടലാണ്. കടലിന് സമാന്തരമായിട്ടാണ് ഇപ്പോൾ ഈ ഹൈവേ പോകുന്നത്. അതിൻ്റെ ഒരു സൈഡ്, ആ ഭാഗത്തിൻ്റെ ഒരു സൈഡിൽ മാത്രം അജ്ദാൻ വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ ഇപ്പോൾ ഓൾറെഡി അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 2 വർഷത്തിന് മുകളിലായി. ഇതുപോലെ വലിയൊരു ഷോപ്പിംഗ് മാളാണ്. ഏകദേശം 44,000 സ്ക്വയർ മീറ്റർ ഏരിയയിൽ ഉള്ളൊരു നല്ലൊരു ഷോപ്പിംഗ് മാളാണ്. അത് ഈ ബീച്ചിൽ തന്നെയാണ്. മുമ്പിൽ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഫെയർമൗണ്ട് ഹോട്ടലാണ്. അതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല, ഫൈനൽ സ്റ്റേജിലാണ്. ഇവിടെ ഈ ഭാഗങ്ങളിലാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ മറ്റുള്ള ആക്ടിവിറ്റീസ്, ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത്. കോബാർ ബസ് സ്റ്റേഷനിലെത്തി. ഇതാണ് കോബാർ ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷനിലെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണിത്.